ബി.ജെ.പി. പ്രതിനിധിയോട് നേരിട്ടൊരു ചോദ്യമാണ്. ആദ്യം തന്നെ അദ്ദേഹത്തോട് ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൃത്യവുമാണ്, വളരെ ഗൗരവമുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് പ്രധാനമായും ചോദിക്കാനുള്ളത്, ഇപ്പോൾ ജലീൽ പുനലൂർ പറഞ്ഞതും അതുപോലെ തന്നെ നേരത്തെ ക്രേറയിൽ സമരസമിതിയുടെ വക്താവ് പറഞ്ഞ വിഷയങ്ങളെല്ലാം തന്നെ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ട്, അത്തരമൊരു പ്രശ്നമുണ്ട് എന്ന ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. തീർച്ചയായും അത്തരത്തിലൊരു പ്രശ്നം, ഒരു സുതാര്യതയുടെ കുറവ് കേരയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ എന്ന് പറയുന്ന റെയിൽവേ പദ്ധതിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിക്ക് പൂർണ്ണമായ സ്വീകാര്യതയുണ്ട്, അല്ലെങ്കിൽ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് LDFിൻ്റെ പ്രതിനിധി പറയുന്നത്. സ്വാഭാവികമായും ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടെ കൃത്യമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പഠിച്ചുകൊണ്ട് തന്നെയായിരിക്കുമോ നടപ്പാക്കുക? അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമോ? അതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. എന്താണ് PR ശിവശങ്കരൻ ഇക്കാര്യത്തിൽ പറയുന്നത്? ഞാൻ മറ്റു രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഞാൻ കേട്ടിരുന്നു. അവരുടെ ആരോപണങ്ങളും അവരുടെ ചില അഭിപ്രായങ്ങളും ഞാൻ കേട്ടിരുന്നു. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അതിനെ മറുപടി പറയാൻ ശ്രമിക്കുന്നു. ഒന്ന്, ഇതിൽ ഇപ്പോൾ താങ്കൾ ചോദിച്ചതുപോലെ ഇത് ജനങ്ങളുടെ മുൻപിൽ ഇത് അവതരിപ്പിക്കുകയും ജനങ്ങളുടെ അഭിപ്രായം, ജനങ്ങളുടെ സംശയങ്ങൾ, അവരുടെ ചില ബുദ്ധിമുട്ടുകൾ എല്ലാം പരിഹരിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പദ്ധതിയുടെ രൂപരേഖ നിർമ്മാണത്തെ കുറിച്ചൊക്കെയുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ശ്രീധരൻ സാർ പറഞ്ഞ അനുസരിച്ച് ഇത് 2011 അതല്ലെങ്കിൽ 11-15 കാലഘട്ടങ്ങളിൽ ഡൽഹി മെട്രോ ലൈൻ ഇത്തരത്തിലുള്ള പ്രൊജക്ടിന്റെ ഒരു ബേസിക് സ്റ്റഡി നടത്തിയിരുന്നു എന്നും അതിനുള്ള പ്രൊപ്പോസലുകളെല്ലാം ഏതാണ്ട് പൂർണ്ണമായി ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പൂർണ്ണമായ പഠനം നടന്നിട്ടുണ്ട്. ഇതിന്റെ കാലികമായ ചിലപ്പോൾ ടെക്നോളജിക്കൽ ഒരു അഡ്വാൻറ്റേജ്, അതിന്റെ പുതിയ ടെക്നോളജി ചിലപ്പോൾ ചേർക്കേണ്ടി വരും. അതിന്റെ കാലികമായ ചില കാര്യങ്ങളും കൂടി നമുക്ക് ടെക്നോളജിയിലായാലും അതുപോലെ തന്നെ മറ്റു ചില കാര്യത്തിലും നമുക്ക് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം ഒഴിച്ചാൽ എനിക്ക് തോന്നുന്നു പഠനം ഏതാണ്ട് പൂർണ്ണമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇത് കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡൽഹി മെട്രോ പദ്ധതികളിലും കാലികമായ പഠനങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങളോടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി സർവേകളും അതുപോലെ തന്നെ അവിടുത്തെ എൻവയോൺമെന്റൽ സ്റ്റഡീസും നടത്തിയിട്ട് തന്നെയാണ് മറ്റു പല പദ്ധതികളും നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കണ്ടീഷനിൽ ജനങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട്, റെയിൽവേയും ഒരുമിച്ച് നിന്നുകൊണ്ട് പഠനങ്ങളും അതുപോലെ തന്നെ ഈ എൻവയോൺമെന്റൽ സ്റ്റഡീസും നടത്തും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത ഒരു പ്രശ്നമായിട്ട് പറഞ്ഞത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭിന്നമായിട്ട് എന്താണ്, സിൽവർ ലൈനുമായിട്ട് ഭിന്നമായിട്ട് എന്താണ്, അത് സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലായാലും മറ്റായാലും ചില സൂചനകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ ഏതാണ്ട് 70% ഇത് ഒരു എലിവേറ്റഡ് ഹൈവേ ആണ് എന്ന് തന്നെയാണ് ശ്രീധരൻ സാർ പറഞ്ഞിട്ടുള്ളത്. 70% എലിവേറ്റഡ് ഹൈവേയും 20% ഭൂഗർഭമായതും 10% ഇപ്പോൾ നമുക്ക് ഭൂമി ഏറ്റെടുക്കൽ എന്നുള്ള ഒരു രീതിയിലേക്ക് വരുന്നത്. ആ ഭൂമി ഏറ്റെടുക്കലിന്റെ പ്രശ്നത്തിലും ഞാൻ അതിന്റെ ഒരു ജൂനിയർ ലെവൽ ഓഫീസറോട് പറഞ്ഞപ്പോൾ ഇത് കൂടുതലായും നമുക്ക് വേണ്ടി വരുന്നത് നമ്മളുടെ സ്റ്റേഷനുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലം ഏറ്റെടുപ്പും അവിടുത്തെ കാർ പാർക്കിങ്ങും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഈ 1 ലക്ഷം കോടി രൂപയിലെ ഏതാണ്ട് 10% വലിയ തുകയും സ്ഥലവും ഏറ്റെടുക്കേണ്ടി വരിക എന്നുള്ളതാണ് പഠനങ്ങളിൽ നിന്ന് അവർ പഠിക്കുന്നത്. ഇപ്പോ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇപ്പൊ തിരുവനന്തപുരത്ത് തുടങ്ങിയാൽ ട്രിവാൻഡ്രം എയർപോർട്ടിൽ സ്റ്റോപ്പ് ഉണ്ട്. അതേപോലെ കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ പാലാരിവട്ടത്തിനും തൃക്കാക്കരയ്ക്കും ഇടയ്ക്കുള്ള മെട്രോ റെയിലിനേക്കും കണക്ടിവിറ്റി, വാട്ടർ മെട്രോ കണക്ടിവിറ്റി ഉള്ള ഒരു സ്ഥലത്ത് ഒരു സ്റ്റോപ്പ് ഉണ്ട്. അതുപോലെ പിന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സ്റ്റോപ്പ് ഉണ്ട്. ഇത്തരം ഏതാണ്ട് 20-25 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഒരു സ്റ്റോപ്പ് കിട്ടുകയും അവിടെയെല്ലാം ഒരു സ്റ്റേഷൻ, കാർ പാർക്കിങ്ങോടെ വേണ്ട ഒരു സ്റ്റേഷൻ വരികയും ചെയ്യുന്നു എന്നുള്ളത് ഇതിന്റെ ജനങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ യാത്ര ചെയ്യുവാനും കൂടുതൽ ആളുകൾക്ക് ഇത് ഈ ഹൈസ്പീഡ് റെയിൽ യാത്ര ചെയ്തുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഡെഡിക്കേറ്റഡ് പാസഞ്ചർ ലൈനാണ്. ഇതിലൂടെ ഗുഡ്സ് ട്രാഫിക് ഉണ്ടാവില്ല.